ദീർഘവീക്ഷണമില്ലാതെ ഭരണാധികാരികൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഭാവിയിൽ ഗുരുതരമായി ബാധിക്കുന്നത് ജനങ്ങളെയാണ്. അത്തരം ഒരു പരിഷ്കാരത്തിന്റെ പരിണിത ഫലമാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ കേരള സിലബസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് അനുഭവിക്കുന്നത്. ഏകദേശം 1,00,000-ഓളം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ മതിയായ കൂടിയാലോചനകളോ വിദഗ്ധോപദേശങ്ങളോ തേടാതെ സർക്കാർ നടത്തിയ എടുത്തുചാട്ടത്തിൽ ഇപ്പോൾ എന്തു ചെയ്യണം എന്നറിയാതെ നട്ടം തിരിയുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. കാലാകാലങ്ങളായി മാർക്ക് കുറയുന്നു എന്ന അനീതിയിൽ നിന്ന് കേരള സിലബസിലുള്ള വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ എന്ന പേരിൽ നടത്തിയ സർക്കാർ പരീക്ഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ശിക്ഷിക്കുന്നതിലേക്കാണ്. പ്രോസ്പെക്ടസ് പരിഷ്കരണത്തിന് സ്വീകരിക്കേണ്ട പതിവ് രീതികളും സമയവും തെറ്റിച്ചാണ് +2 മാർക്ക് പരിഗണിക്കുന്ന അനുപാതത്തിൽ മാറ്റം വരുത്തിയുള്ള പ്രധാന ഭേദഗതി കീം മൂല്യനിർണ്ണയത്തിൽ സർക്കാർ കൊണ്ടുവന്നത്. കേന്ദ്ര സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ എത്തിയതോടെ പരീക്ഷാഫലം കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ദുരന്തകഥയായി മാറിയിരിക്കുകയാണ്. പഴയ ഫോർമുല അനുസരിച്ച് പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോട്ടു പോകുമെന്ന പരാതികൾ വ്യാപകമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫോർമുല മാറ്റത്തെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചത്. വളരെ ന്യായമായ ഒരു കാര്യത്തിലാണ് സർക്കാർ പുതിയ നയം കൈക്കൊണ്ടത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. എന്നാൽ അത് നടപ്പാക്കുന്നതിൽ കാണിച്ച വീഴ്ചയും പിഴവുകളുമാണ് സർക്കാർ പ്രസിദ്ധീകരിച്ച ആദ്യ റാങ്ക് പട്ടിക തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ ചെന്നെത്തിയത്. കീം ഫോർമുല മാറ്റം മന്ത്രിസഭയിലുയർന്ന നിർദ്ദേശങ്ങളെയും എതിർത്താണെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. ജൂലൈ 1-നാണ് കീം റാങ്ക് പട്ടിക പുറത്തുവരുന്നത്. ജൂൺ 30-ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ധൃതി പിടിച്ചെടുത്ത ഫോർമുല മാറ്റത്തിന് ശേഷമാണ് ആദ്യ പട്ടിക പുറത്തുവിടുന്നത്. ഇപ്പോൾ ഈ മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകും എന്ന് മന്ത്രിസഭയിൽ തന്നെ അഭിപ്രായമുയർന്നിരുന്നുവെന്നും ഇതിനെയെല്ലാം മറികടന്നാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് സഭ നീങ്ങിയതെന്നുമാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭയിൽ നിയമമന്ത്രി പി രാജീവും കൃഷിമന്ത്രി പി പ്രസാദും ധൃതി പിടിച്ച് മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഭൂരിപക്ഷം CPM-ന്റെ മന്ത്രിമാരും ഈ വർഷം ഈ മാറ്റം വേണം എന്ന നിലപാട് എടുക്കുകയായിരുന്നു. പ്രോസ്പെക്ടസ് തയ്യാറാക്കിയ സമയത്ത് മാറ്റം സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ റാങ്ക് പട്ടിക ചോദ്യം ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ മന്ത്രിസഭയിൽ ഉയർന്നിരുന്നുവെന്നാണ് വിവരം. ഇതിനെയെല്ലാം മറികടന്നാണ് പുതിയ തീരുമാനം നടപ്പാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ധൃതിയും പരിഷ്കരണം കൊണ്ടുവരാനുള്ള അമിതാവേശവുമാണ് കീം റാങ്ക് പട്ടികയിൽ തിരിച്ചടിയായത്. കീം മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശ മറികടന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഭേദഗതി നടപ്പാക്കിയത് എന്നതിൻ്റെ രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ട് മറികടന്നാണ് മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പാക്കിയത്. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു വിദഗ്ധ സമിതി ശുപാർശ. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ പുതിയ ഫോർമുല നടപ്പാക്കാവൂ എന്നും ശുപാർശയിലുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ഈ ശുപാർശ മറികടന്നാണ് മാർക്ക് ഏകീകരണ ഫോർമുല ഇക്കൊല്ലം നടപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചത്. കീം ആദ്യ റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകളെ അനിശ്ചിതത്വത്തിലേക്കും അതുവഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും കഠിനമായ മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ അപക്വമായ ഒരു നടപടി. വിഷയം സുപ്രീം കോടതി കയറിയാലും ആശ്വാസകരമായ ഫലപ്രാപ്തി ഉറപ്പിക്കാനാവില്ല എന്നുറപ്പായ സർക്കാർ അപ്പീലിന് പോകാതെ റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യ റാങ്ക് പട്ടികയിൽ സർക്കാർ എയ്ഡഡ് മികച്ച സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം ഉറപ്പിച്ച വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന നിലയിലായി നിലവിൽ കാര്യങ്ങൾ. 1.5 പതിറ്റാണ്ടിനടുത്തായി പിന്തുടരുന്ന മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും സമയബന്ധിതമായ പരിഹാരമോ പുതിയ ഫോർമുലയോ ഉണ്ടാക്കുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് ഈ പ്രതിസന്ധിയിലെ യഥാർത്ഥ വില്ലൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ എത്ര അലംഭാവത്തോടുകൂടിയാണ് നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ദയനീയമായ ഉദാഹരണമാണ് ഈ നടപടികൾ. വിവിധ ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തുല്യത നൽകാൻ സ്വീകരിച്ച മാർക്ക് ഏകീകരണ ഫോർമുല സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അനീതികരമാകുന്നു എന്ന വിമർശനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് മാർക്ക് ഏകീകരണ രീതി സംബന്ധിച്ച് പരിശോധനാ കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന്
പരീക്ഷണ കമ്മീഷണർ സർക്കാരിന് കത്തയച്ചു. ഡേറ്റ പരിശോധിച്ചും കുറ്റമറ്റ രീതിയിലും പരിഹരിക്കേണ്ട വിഷയത്തിൽ പക്ഷേ സംഭവിച്ചത് കുറ്റകരമായ അലംഭാവവും തുടർ നടപടികളിലെ കാലതാമസവുമായിരുന്നു. 2025 ഫെബ്രുവരി 19 പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ വിഷയത്തിൽ യോഗം ചേർന്നത് തന്നെ. പിന്നെയും 1 മാസത്തിലേറെ എടുത്തു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കാൻ. വിവിധ പരീക്ഷാ ബോർഡുകളുടെ ഫലങ്ങളും ഡേറ്റയും വിശകലനം ചെയ്ത് മാത്രമേ ബദൽ രീതികൾ നിർദ്ദേശിക്കാനാകൂ എന്നും അതിന് മതിയായ സമയം ആവശ്യമുണ്ടെന്നുമായിരുന്നു സമിതിയുടെ നിലപാട്. അത് ശരിയും യുക്തിസഹവുമായിരുന്നു. തിരക്ക് പിടിച്ച പരിഹാരങ്ങൾ കാരണം കുട്ടികളുടെ അവകാശങ്ങളായിരിക്കും ഹനിക്കപ്പെടുക എന്നത് നിസ്തർക്കമാണ്. വളരെ പ്രാധാന്യമുള്ളതും വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഈ പ്രവേശന പരീക്ഷ കുറ്റമറ്റതും നീതിപരവുമാകുക സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയ്ക്കും അനിവാര്യമായിരുന്നു. പക്ഷേ ആദ്യത്തെ മെല്ലെപ്പോക്കുകൾക്ക് ശേഷമുണ്ടായ അമിതവേഗം കാര്യങ്ങളെ കൂടുതൽ അപകടത്തിലാക്കി എന്നതാണ് വാസ്തവം. കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിന് പുറമെ ഡിവിഷൻ ബെഞ്ചിലും സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വന്നു. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ജസ്റ്റിസ് DK സിംഗിൻ്റെ സിംഗിൾ ബെഞ്ച് നടപടിയിൽ ഇടപെടാനില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാർ മുന്നോട്ട് വച്ച വാദങ്ങൾ ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ഫെബ്രുവരി 19 വരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവാണ്. ഫോർമുല മാറ്റണമെന്ന അഭിപ്രായത്തെ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയത്. 2025 ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് സമീകരണം പുനഃപരിശോധിക്കാൻ നടപടി ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും വിദഗ്ധ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറങ്ങിയത് ഏപ്രിൽ 2 വാരമായിരുന്നു. സമിതി ജൂൺ 2 റിപ്പോർട്ട് നൽകി. അപ്പോഴേക്കും കീം പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി സ്കോർ പ്രസിദ്ധീകരിച്ചിരുന്നു. സമിതി റിപ്പോർട്ട് പിന്നീട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പരിശോധനയ്ക്ക് വിട്ടു. അദ്ദേഹം ശുപാർശ നൽകിയ ശേഷം ജൂൺ 30 മന്ത്രിസഭാ യോഗത്തിൽ തമിഴ്നാട് മാതൃക പിന്തുടർന്ന് പുതിയ മാർക്ക് സമീകരണ രീതി അംഗീകരിക്കുകയും ജൂലൈ 1 കീം ഫലം പ്രഖ്യാപിക്കുകയുമായിരുന്നു. പ്രവേശന പരീക്ഷ പൂർത്തിയാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ 1.5 മാസമെടുത്തു. ജൂലൈ 1 ഫലം പ്രഖ്യാപിച്ച ശേഷം ചൊവ്വാഴ്ച സംവരണ വിഭാഗങ്ങളുടെ കാറ്റഗറി പട്ടികയും പ്രസിദ്ധീകരിച്ച് പ്രവേശന നടപടികളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് റാങ്ക് പട്ടിക തന്നെ കോടതി റദ്ദാക്കിയത്. കോടതി ഉത്തരവിനെ തുടർന്ന് പട്ടിക പുതുക്കിയപ്പോൾ ആദ്യ റാങ്ക് പട്ടികയിൽ സർക്കാർ, എയ്ഡഡ്, മികച്ച സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ഉറപ്പിച്ച വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന നിലയിലായി നിലവിലെ കാര്യങ്ങൾ. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി 1 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വച്ച് പന്താട്ടം നടത്തിയ സർക്കാരിൻ്റെ അലംഭാവത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമുള്ള മുഖമടച്ചുള്ള അടിയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും എന്ത് ചെയ്യണം എന്നറിയാതെ അന്താളിച്ചു നിൽക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശ്വാസ്യത തന്നെയാണ്. കീം പോലെയുള്ള അതിനിർണായക പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിലും തുടർ നടപടികളിലുണ്ടാകുന്ന വീഴ്ചകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കപ്പെടാൻ കാരണമാകും എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ മന്ത്രി അതിനെ ഇപ്പോഴും ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ സംഭവിക്കുന്നത്. നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഇതികർത്തവ്യഥാമൂഢയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് തെളിഞ്ഞും കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ വേണമെങ്കിൽ കോടതിയിൽ പോകാമെന്ന് ഒളിഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മന്ത്രിയുടെ ധാർഷ്ട്യവും അലംഭാവവും അധികാരപ്രമത്തതയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇന്നേവരെയുള്ള നേട്ടങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കൂ. ആരോഗ്യമേഖല ഇന്ന് നേരിടുന്ന ദുരവസ്ഥ പോലെ.